ഈ മാഷിന്റെ യോഗം ഒന്നും പറയാതിരിക്കാൻ വയ്യ. ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന് എന്ന് പറയുന്ന പോലെ തുടരെ പ്രശ്നങ്ങളാണല്ലോ എന്റെ ഭഗവാനെ. ഭാനുമ്മ പറഞ്ഞ ശരിയാ. ഇനി ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയുമ്പോ വലിയ വിഷമാവും. ചീര ചേച്ചിക്ക് മാത്രമല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും ആ സ്വർണ്ണല്ലേ കിട്ടിയത്. പിന്നെ ഇപ്പോ അവരെ കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ സ്വർണ്ണം ഉരുക്കി പുതിയ സ്വർണ്ണം ഇടുന്നത് ഞാനും കുറെ സ്വപ്നം കണ്ടത്, അതൊന്നും നടന്നില്ലല്ലോ. എന്നിട്ട് ഞാനത് സഹിച്ചില്ലേ, അതുപോലെ എല്ലാവരും സഹിക്കണം. ഇത് കുടിക്കും. അനുപമേ, അനുപമേ, വിനേട്ടനാണെന്ന് തോന്നുന്നു. അതെ, ശബ്ദം കേട്ടിട്ട് നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി നോക്കാം. ഇറങ്ങി വാ പുറത്തേക്ക്. ആ വിനയനായിരുന്നോ? എന്താ വിനയ കാര്യം? നിങ്ങളാണോ അനുപമ? അനുപമ എവിടെ? ഞാൻ അവളെ കാണാനാ വന്നത്. അനു അകത്തുണ്ട്. അല്ല, വിനയന്റെ ചേച്ചിയല്ലേ അനു? ആ ബഹുമാന സംസാരത്തിലും വേണ്ടേ? എന്തിനാ ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്നത്? നിങ്ങൾ കൂടുതൽ പ്രസംഗിക്കാതെ അനുവിനെ ഇങ്ങോട്ടേക്ക് വിളിക്ക്. എനിക്ക് അവളോടാ സംസാരിക്കാനുള്ളത്. ഭാനുമ്മേ, എന്താ വിനയ? വിനയൻ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. നിങ്ങൾ എനിക്ക് തന്നില്ലേ, അത് തിരികെ ഏൽപ്പിക്കാനോ? കിടക്കുന്നു നിങ്ങൾ തന്ന സ്വർണം. വിനയനെ പോലെ ഞങ്ങൾ എല്ലാവരും ഇപ്പോഴാണ് അറിഞ്ഞത് ഇത് മാച്ചു കുറഞ്ഞ സ്വർണ്ണമാണെന്ന്. മതി നിങ്ങളുടെയൊക്കെ നാടകം. കുടുംബത്തോടെ മനുഷ്യനെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കല്ലേ നന്ദിയേട്ട മാർഗങ്ങൾ. ദേ വിനേട്ടാ, സൂക്ഷിച്ചു വർത്താനം പറയണം. ഞങ്ങൾ ആരെ പറ്റിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ കാണിച്ചതിന്റെ പേരെന്താ? അതൊന്ന് പറഞ്ഞാ. നീ ഒന്ന് സമാധാനിക്ക്. നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടണ്ട. ഓസിന് താമസിക്കാനും ഫുഡ് അടിക്കാനും കിട്ടുന്നുണ്ടെങ്കിൽ അതായിക്കോ, അല്ലാതെ എന്റെ തലക്കറവല്ലേ. വിനയ, സൂക്ഷിച്ച് സംസാരിക്കണം. ഭാനുമ്മ എനിക്ക് അമ്മയുടെ സ്ഥാനത്താ, അത് ഓർത്ത് സംസാരിക്കണം. നിങ്ങളെപ്പോലെ ആളുകളെ തട്ടിച്ച് വെട്ടിച്ച് ജീവിക്കുന്നവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വിനയനെ കൊണ്ട് പറ്റൂ? അതിലപ്പുറം നീയൊക്കെ എന്ത് മര്യാദയാണ് അറിയിക്കുന്നത്? ഒരു അനന്ത മാഷും 5 മക്കളും. വിനയോ, നിർത്താനാ പറഞ്ഞത്. ഇത് എന്റെ വീടാ. ഇവിടെ നിന്ന് തോന്നിവാസം പറയാതെ ഇറങ്ങിപ്പോയേ. എന്താ പറഞ്ഞേ? വിനയൻ എന്താ മലയാളം അറിയില്ലേ? നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. നീ എന്നെ ഇറക്കി വിടും അല്ലേ? കാണിച്ചു തരാൻ തന്നെ ഞാൻ. എല്ലാവരെയും കാണിച്ചു തരാം. എല്ലാവർക്കും വെച്ചിട്ടുണ്ട് ഞാൻ. കാണിച്ചു തരാം.